സർ, കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA ഉൾപ്പെടെയുള്ള മറ്റ് അലവൻസുകളും കാര്യങ്ങളുമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച, അതായത് ഉയർത്തി കൂടുതലായി പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. വിമർശനം എന്ന് വെച്ചാൽ അത് ഉയർത്തിയതിനല്ല. അവർ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അതിനേക്കാൾ നന്നായി സർക്കാർ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം ഇപ്പോൾ ഈ സർക്കാർ നൽകുന്നതിലും ഇരട്ടി ഞങ്ങൾ നൽകാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു കോൺഗ്രസിനെ നമുക്ക് കേരളത്തിൽ കാണാനിടയുണ്ടായി. പക്ഷേ അതേസമയം കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെ ബജറ്റ് അവതരിപ്പിച്ച ശേഷം സർക്കാർ പറഞ്ഞിരുന്നത്, അവിടുത്തെ സർക്കാർ, അത് കോൺഗ്രസ് സർക്കാരാണ്, കോൺഗ്രസ് സർക്കാർ പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ എല്ലാതരം ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ശമ്പളം ഉൾപ്പെടെ അവർ പകുതിയായി വെട്ടിക്കുറച്ചതാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ഒരു നിലപാടും കേരളത്തിൽ കോൺഗ്രസ് എടുക്കുന്നത് മറ്റൊരു നിലപാടുമാണ്. കോൺഗ്രസിന്റെ ഇത്തരം നിലപാട് മാറ്റങ്ങളെ അല്ലെങ്കിൽ ഇരട്ട നിലപാടുകളെ, ഇന്ത്യയിൽ തന്നെയുള്ള ഇരട്ട നിലപാടുകളെ എങ്ങനെ വിലയിരുത്തും? അവിടെയാണ് കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിലെ ഗവൺമെന്റ് കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വായ്പ എടുക്കാനുള്ള അനുവാദം നിഷേധിക്കുന്നു, അർഹതപ്പെട്ട വിഹിതം തന്നെ തരുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് തനത് വരുമാനം പല വഴിക്ക് കൂടി നികുതി വർധനവിലും മറ്റു കാര്യങ്ങളിലൂടെ ഇപ്പൊ കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും 72% നികുതി പിരിവ് കേരളത്തിൽ ഉണ്ടായത് ആദ്യമാണ്. എന്നുവെച്ചാൽ ആ നികുതി പിരിവിലൂടെ കേരളം മറ്റും വരുമാന മാർഗങ്ങൾ അടഞ്ഞപ്പോ കൂടുതൽ ധനസമാഹരണം നടത്തിയാണ് കേരള ഗവൺമെന്റ് പിടിച്ചു നിൽക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ DA മറ്റ് കാര്യങ്ങളെല്ലാം അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു വിമുഖതയും കാട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഇപ്പൊ DA ഉൾപ്പെടെയുള്ള കുടിശ്ശികകൾ നൽകി കഴിഞ്ഞു. എല്ലാ മേഖലയിലെയും ജോലി ചെയ്യുന്നവരുടെ ശമ്പള വർധനവും ആനുകൂല്യങ്ങളും വ്യക്തമായി അത് വർദ്ധിപ്പിച്ചപ്പോ തന്നെ കോൺഗ്രസ് ഇവിടെ ആക്ഷേപം ഉന്നയിച്ചു, ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതലൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഈ ഇടതുപക്ഷം ജീവനക്കാരെ കബളിപ്പിക്കുകയുണ്ടായത്, ജീവനക്കാർ ഇടതുപക്ഷത്തിന്റെ പുറകിൽ നടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതൊക്കെ പറഞ്ഞ് അവര് ആക്ഷേപം ഉന്നയിച്ചു. എന്താ ഇപ്പൊ ഇന്നലെ നിങ്ങളൊരു കാര്യം ഓർക്കണം, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് രാജ്യം കോവിഡ് ബാധിച്ച് പല സംസ്ഥാനങ്ങളും ശമ്പളം പകുതിയാക്കി വെട്ടിക്കുറച്ചു. ചിലയിടത്ത് ശമ്പളം മാസങ്ങളോളം ഇല്ലാതെ പോയപ്പോഴും കേരളത്തിലെ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് കേരളത്തിലെ LDF ഗവൺമെന്റാണ്. അതാണ് കേരളത്തിലെ സർക്കാരിന്റെ ജീവനക്കാരോടുള്ള പ്രതിബദ്ധത. ആ സമയത്താണ് ഇന്നലെ ഹിമാചൽ പ്രദേശ്, കോൺഗ്രസ് ഭരിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വീർ സിംഗ് സുഖു ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം, ആ ബഡ്ജറ്റിലൂടെ പരാമർശിച്ച കാര്യം, സംസ്ഥാനത്തെ ജീവനക്കാർ അല്പം ത്യാഗം സഹിക്കണം. കാരണം ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവരെ സംബന്ധിച്ച് ഇപ്പൊ കേരളം ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബിയിലൂടെ പണം കണ്ടെത്തിയാണ് കേരളത്തിലെ വികസന പ്രവർത്തനം നടത്തുന്നത്. അവിടെയെങ്ങും അത്തരം ഒരു മാതൃകയെ പറ്റി ആലോചന പോലും ഇല്ല. ആ സമയത്താണ് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, ക്ലാസ് 1 IAS IPS ഉദ്യോഗസ്ഥന്മാരടക്കം എല്ലാവരും 30% ശമ്പളത്തിൽ വെട്ടിക്കുറവുണ്ടാവും. അതേപോലെ തന്നെ താഴെയുള്ള ജീവനക്കാർക്ക് 25% ശമ്പളത്തിൽ വെട്ടിക്കുറവ് വരുത്താൻ പോകുന്നു. ഇത് ഒരു 6-7 മാസക്കാലം തുടർന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്ന് പറയുമ്പോ തന്നെ അത് തിരികെ കൊടുക്കുന്നതിനെ പറ്റി ഒരു പരാമർശം ഇപ്പോഴും പറയുന്നില്ല. ഇതാണ് കോൺഗ്രസ് മാതൃക. കോൺഗ്രസ് അധികാരം കിട്ടുന്നതിന് മുമ്പ് അപ്പക്കഷണങ്ങൾ എറിഞ്ഞു കൊടുക്കും. അധികാരം കിട്ടിയാൽ ഒരു ചരട് കെട്ടിയായിരിക്കും അപ്പക്കഷണങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അധികാരം കിട്ടിയാൽ ഈ ചരടിഞ്ഞ് വലിച്ച് ഈ അപ്പക്കഷണം ആളുകൾക്ക് കിട്ടാത്ത തരത്തിലേക്ക്, അല്ല അവർക്ക് പ്രാപ്യമാക്കാത്ത തരത്തിലേക്ക് കോൺഗ്രസ് ചതി ചെയ്യുന്ന പാർട്ടിയാണ്. ഹിമാചൽ പ്രദേശിലെ ജീവനക്കാർ കോൺഗ്രസിന്റെ ചതി, BJP അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ BJP ഗവൺമെന്റിനെതിരെ അവിടുത്തെ സർക്കാർ ജീവനക്കാരെ ഇളക്കിവിട്ട് ആനുകൂല്യം തരുന്നില്ല, ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യം തരുമെന്ന് ഇളക്കിവിട്ട് അധികാരത്തിൽ വന്ന സുഖ്വീർ സിംഗ് സുഖുവിന്റെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ഇപ്പോ ജീവനക്കാരുടെ ആനുകൂല്യം പറ്റ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല അത് തിരികെ കൊടുക്കുമെന്നൊരു വാഗ്ദാനം പോലുമില്ല. ഇവിടെ നമ്മൾ ഓർക്കണം, പ്രളയം അതേപോലെ തന്നെ കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങൾ വന്നപ്പോൾ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങളൊരു ചെറിയ തുക സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം, സർക്കാരിന് പ്രാപ്തിയാകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരാം. കോൺഗ്രസ് എതിർത്തവരാണ്.
എതിർത്തിട്ട് പറഞ്ഞു ആ ഉത്തരവ് കത്തിച്ചു കളഞ്ഞു, കീറിക്കളഞ്ഞു, കൊടുക്കാതിരുന്നു. എന്നിട്ട് പോലും കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജീവനക്കാരുടെ രാഷ്ട്രീയ പക്ഷഭേദം കാട്ടാതെ എല്ലാവരെയും ഒരേപോലെ എടുത്ത് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന, ജോലി ചെയ്യുന്നവന് ആനുകൂല്യം കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് തെളിയിക്കപ്പെട്ട സമയത്താണ് ഇപ്പൊ അധികാരത്തിൽ വരാൻ വേണ്ടി കോൺഗ്രസിന് അനുകൂല സംഘടനകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കേരളത്തിലുണ്ടല്ലോ. നിങ്ങൾ മറുപടി പറയണം. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നു. കേരളത്തിലെ UDF മറുപടി പറയണം. നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ വരാനുള്ള ശ്രമത്തിലാണ്, പെടാപ്പാട് പെടുകയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ, അനുഭവ സമ്പന്നരായ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ വയനാട് ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യന് വീട് നിർമ്മിച്ച് കൊടുക്കാവുന്നവരുടെ ആപ്പ് വെച്ച് പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ പാർട്ടിയാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിരുന്ന സമയത്ത് പാവപ്പെട്ട മനുഷ്യന്റെ ക്ഷേമ പെൻഷൻ 18 മാസത്തെ തടഞ്ഞു വെച്ച പാർട്ടിയാണ് നിങ്ങൾ പറഞ്ഞതൊന്നും ജീവിതത്തിൽ പാലിച്ച് ശീലമില്ലാത്തവരാണ്. നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർദ്ധിപ്പിച്ചു കൊടുത്ത ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നെങ്കിലും പറഞ്ഞു പോകാൻ നിങ്ങൾ പറയും തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷെ നിങ്ങളെ കൊണ്ട് അതിന് എന്തെങ്കിലും സാമ്പത്തിക പാക്കേജ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു പാക്കേജ് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖജനാവിനെ തുറന്നിടാനും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അതിന്റെ ബാക്ക് ബോണായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് തട്ടിക്കൂട്ടാൻ വരുന്ന നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ ഭരണത്തെ സംബന്ധിച്ച് സ്വപ്നം കാണുന്ന ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ ദിവാസ്വപ്നത്തിലായിരിക്കും. നിങ്ങൾ പണ്ട് കിഫ്ബിയെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ആകാശകുസുമമാണ്. ആ ആകാശകുസുമം കാട്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വഞ്ചിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമം അവരും തിരിച്ചറിയും. കാരണം തിരിച്ചറിയുന്നതിന് ഏറ്റവും നല്ലൊരു സൂചനയാണ് ഹിമാചൽ പ്രദേശിലെ സുഖ്വീർ സിംഗ് സുഖു ഗവൺമെന്റ്, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ തെളിയിച്ചത്. അതാണ് കോൺഗ്രസ് ഈ BJP അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ BJPക്കെതിരെ നിങ്ങൾ ഏറ്റവും പ്രധാനമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങളിൽ BJP വർധനവ് വരുത്തില്ല എന്ന് പറഞ്ഞ്, അതേപോലെ ആപ്പിൾ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കൃഷിക്കാര് അവര് പട്ടിണിയും ദാരിദ്ര്യത്തിലും പോയി കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. അതിനുശേഷമാണ് അന്ന് നിങ്ങളെ സഹായിക്കാൻ രംഗത്ത് വന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ച് അവരുടെ DA മറ്റു കാര്യങ്ങളല്ല, നിലവിലുള്ള വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ 30-25% വെട്ടിക്കുറവ് വരുത്തി അത് നാളെ തിരിച്ചു കൊടുക്കുമെന്ന് പോലും പ്രഖ്യാപിക്കാതെ നിങ്ങൾ ഈ ചതി ചെയ്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കോൺഗ്രസിന്റെ പുറകെ നിൽക്കുന്നവർ നല്ലവരെ ആലോചിക്കണം. ഹിമാചൽ പ്രദേശ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മുമ്പിൽ ഒരു സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പും സൂചനയും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. കേരളത്തിൽ ഏത് പ്രതിസന്ധിക്കിടയിലും ധനസമാഹരണം നടത്തി അതിന് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ, വേറിട്ട മാർഗങ്ങളിലൂടെ ധനസമാഹരണം നടത്തി കേരളത്തിലെ സമസ്ത മേഖലയിലെയും ജനങ്ങളുടെ, അതിൽ സർക്കാർ ജീവനക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, യുവജനങ്ങളുണ്ട്, വനിതകളുണ്ട്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലെ സർക്കാർ ജീവനക്കാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഇതിന്റെ പരിഹാരമായി നമ്മുടെ മുമ്പിലുള്ളത് എന്ന് മാത്രം. അത് LDF 3 എന്ന മുദ്രാവാക്യത്തിലേക്ക് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വഞ്ചനയെയും ചതിയെയും നമുക്ക് തിരിച്ചറിയാനും ബോധ്യപ്പെടാനും കഴിയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുക. യെസ്, എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട്, ആ നിലപാടല്ല ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിനുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ട രീതിയിൽ പരിഗണന നൽകും, നിലവിലുള്ള സർക്കാർ നൽകുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നൽകും എന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ്. ഹിമാചൽ പ്രദേശിൽ ഹർഷകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ക്ലാസ് A2 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ IPS IAS ഉദ്യോഗസ്ഥരുടെ ഒക്കെ 30%, 25% ശമ്പളത്തിൽ നിന്നുൾപ്പെടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു കോൺഗ്രസ്, ഇരട്ട നിലപാടുകളുള്ള കോൺഗ്രസ് ആണ് ഇന്ന് നിലവിൽ രാജ്യത്തുള്ളത് എന്നാണ് ഹർഷകുമാർ സാർ ഈ ചർച്ചയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരു കാര്യം ഒന്ന് തിരുത്തിക്കോട്ടെ. കേരളത്തിലെ കോൺഗ്രസ് അല്ല ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ് എന്ന് ഞാൻ പറഞ്ഞില്ല. അത് തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്.
അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ IPS IAS ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമല്ല, അവരുടെ 30% തൊട്ട് താഴേക്കിടയിലുള്ളവരുടെ 25% വെട്ടിക്കുറച്ചു. യെസ്, ഈ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്. കേരളത്തിലും അധികാരത്തിൽ എത്തിയാൽ കോൺഗ്രസ് ഇതുതന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ബാക്കിയെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.